ഇല്ലാക്കൽ മുഖ്ലസീൻ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ എനിക്ക് പഴപ്പിക്കാൻ പറ്റൂല. ഇബ്ലീസ് പറയാം, നിനക്ക് വേണ്ടി ചെയ്യുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മദീനത്തെ പള്ളിയിൽ അവര് ഖലീഫയായിരുന്ന കാലത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും പോകും, പുറത്തു പോകും. ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ, ഒരാൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആളെ വാച്ച് ചെയ്യാൻ തുടങ്ങും. എന്താ എടുക്കുന്നത്, എന്താ പറയുന്നത്, എവിടെയാ പോകുന്നത്, എന്താ വാഹനം, എന്താ എന്താ നാട്, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. ഒരാളെ സ്വാഭാവികമാണ്. അറിയപ്പെട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരിങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും. അതിന്റെ ആവശ്യമില്ല, അതോട്ട് പോയാൽ മതിയാവും. പക്ഷെ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യന് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നതാണ്. സിദ്ദീഖ് തങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസയുണ്ടായി, വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അന്ന് തീരുമാനിച്ചു, നാളെ സിദ്ദീഖ് തങ്ങൾ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ ഫോളോ ചെയ്യണം. എങ്ങോട്ടാ പോണതെന്നറിയാൻ. അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്. ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം. നടന്ന് ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ച് ഉമർ തങ്ങൾ കുറെ ദൂരത്തുകൂടെ സിദ്ദീഖ് തങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പുരയിലേക്ക്, ഒരു ചെറിയ ഒറ്റ വീട്, ഒരു ഹട്ട്, ചെറിയ വീട്. ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു, തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട്. ഉമർ തങ്ങൾ ഒളിച്ചിരുന്നതാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു, വീട്ടുകാരോട് അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് വൃദ്ധയായൊരു ഉമ്മൂമ്മ, അലൈക്കും അസ്സലാം. വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോ ഈ ഉമ്മാക്ക് കണ്ണ് കാണൂല, കണ്ണ് കാണാത്തൊരു ഉമ്മയാണ്. ആരെ ചെയ്യുന്നറിയോ? ഉമ്മ, ഇവിടെ വന്നു പോയ ആളാരെങ്കിലും അറിയോ? ഇല്ല മോനെ, എനിക്കറിയൂല. ആളെ പേര് എനിക്കറിയില്ല, പറഞ്ഞു തന്നിട്ടില്ല. അയാളിപ്പോ എന്താ അവിടെ വന്ന് ചെയ്തത്? അയാൾ എന്നും വരും, രാവിലെ എന്റെ വീട് ഒന്നടിച്ചു കയറി വൃത്തിയാക്കും, എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം. നമ്മൾ ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നവർ വലിയ ശിക്ഷ ഉണ്ടാവുന്ന. ഇന്ന് ഇതാണ്. അന്ന് ഒരുപാട് വലിയ കാര്യം ചെയ്തു, ആരും അറിയണ്ട. എന്തേ? അല്ലാഹു അറിഞ്ഞാൽ മതി. മിനിമം ആ ഉമ്മയോട് പറയൂലേ, ഇന്ന ആളല്ല, ഞാനാണ്, ആളെ പരിചയം. അതുപോലും ചെയ്തില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫയാകുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഖലീഫ അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ചില സൽക്കർമ്മങ്ങൾ വേണം. നമ്മളും കുറച്ചുകൂടെ മാത്രം അറിഞ്ഞാൽ മതി. ഒരു മഹാൻ 40 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പുഴക്കാരറിഞ്ഞിട്ടില്ല. 40 വർഷം കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ, അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും. ഭാര്യ എന്ത് ചെയ്യും? ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും. പിന്നെ രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ലല്ലോ, ബൾബൊന്നുമില്ലല്ലോ. സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകും. മഗ്‌രിബ് ആകുമ്പോഴേക്ക് എത്തി. ഇയാൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായി. ഒന്നിടവിട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. രാത്രി ഭക്ഷണം വരെ പോയി കഴിക്കും. فينمو الورد بساما وينشر أطيب العطر وتحيا في نجاحات بنور الحق والنصر.